എൻ്റെ മൈനിങ്ങിൻ്റെ ഇടയിൽ എന്നെ ഒരു പരട്ട സോംബി വന്ന് ശല്യപ്പെടുത്തി. ഞാൻ ചാവാറായി. ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഞാൻ ഈ അമൂല്യമായ വസ്തു കണ്ടെത്തി. ഞാനത് കുഴിച്ചെടുത്ത് അത് വെച്ച് ഞാൻ തുണി ഉണ്ടാക്കിയിട്ടു. ഒരു പരിചയമുണ്ടാക്കി. കഴിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് ഞം അടിക്കാൻ കുറച്ച് ഫാമും ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 6 എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കൊരു കാര്യം നമ്മൾ കാണിക്കുക. നമ്മുടെ ഇൻവെൻറ്ററി നോക്കി. നമ്മുടെ ഹെൽമെറ്റും ജസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ബൂട്ടും എല്ലാം പൊട്ടാറായി. നമ്മുടെ ഷീൽഡ് വരെ പൊട്ടാറായി. സോ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി. സോ നമുക്ക് നേരെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. നമ്മുടെ ആർമറെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് അയൺ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്തതാണ്. ആ വീഡിയോ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വരെ നമ്മളിവിടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കാണുക. ഓക്കെ, നമ്മളാണ് ആദ്യം കണ്ടുപിടിച്ച കേവിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങി നമ്മൾ താഴോട്ട് പോയപ്പോൾ ലാവയും കുറേ അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നിന്നാണ് കുറേ അയണൊക്കെ ഒപ്പിച്ചത്. സോ നമുക്ക് നേരെ പോയി ആർമർ അങ്ങ് സെറ്റ് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, നിങ്ങൾ ആ റെക്കോർഡിങ്സ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പം നമുക്ക് മനസ്സിലായില്ല എവിടെ നിന്നൊക്കെ ഇത്ര അയൺ കിട്ടിയത്. സോ നമുക്ക് നേരെ അയൺ അങ്ങ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് 2 ഫർണസുകളോട് 2ആയിട്ട് വെക്കാം അയൺ. ഓക്കെ, എന്നിട്ട് 2 ഫർണസോടെ സ്മെൽറ്റ് ചെയ്ത് വരട്ടെ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു കൃഷിയിടം സെറ്റാക്കാൻ പോകുന്നു. സോ നമുക്ക് അറിയാലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 23 ബ്രെഡ് കൂടെ ഉള്ളു ഗൈസ്. അതുകൂടെ തീർന്നാൽ നമ്മൾ പെടും. സോ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ഫുഡ് സെറ്റാക്കണം. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പം മനസ്സിലായി കാണും. ഞാൻ ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഞാൻ ഒരു സോംബിനെ കൊന്നപ്പോൾ എനിക്കൊരു പൊട്ടാറ്റോ കിട്ടി. സോ നമുക്കത് വെച്ച് പിന്നെ ഞാൻ കുറേ സ്കെൽറ്റനെ കൊന്നല്ലോ. അപ്പോൾ അത് കുറേ ബോണുണ്ട്. നമുക്കത് വെച്ച് ഒരു ചെറിയൊരു ഫാം സെറ്റ് ചെയ്യാം. പറ്റുന്നതെല്ലാം പൊട്ടാറ്റോയും ബാക്കി നമുക്ക് വീറ്റ് സീഡും വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ഫാം എന്തായി? അവിടെ ഒന്നും ആയില്ല. നമുക്ക് എന്തായാലും വെള്ളമൊക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫാം അങ്ങോട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഫാം സെറ്റാക്കാം. നമ്മളങ്ങനെ ഫാമിലുള്ള മാക്സിമം ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നടുക്കത്തെ ഒരു വെള്ളം ഒഴിക്കേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ, ആ വെള്ളം ഒഴിക്കുന്നിടത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ലാസ്റ്റ് ബ്ലോക്ക് ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നമ്മുടെ പൊട്ടാറ്റോ എടുത്ത് നമുക്ക് ഒന്ന് സെറ്റാക്കാം. അതിന് മുമ്പ് പൊട്ടാറ്റോ എടുക്കാം ഗൈസ്. പൊട്ടാറ്റോയും വീറ്റും ഉണ്ട്. നമുക്ക് പൊട്ടാറ്റോ ആയിരിക്കും നല്ല. ബീട്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. എത്ര ഹഗ്ഗറൊന്നും കയറുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ അയൺ ഏകദേശം സെറ്റായി. സോ നമുക്കെന്നാൽ അയൺ ആർമർ സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ 17 അയൺ 10 കുറച്ച് കിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും അയൺ ആർമർ നേരെ പോയി സെറ്റാക്കാം ഗൈസ്. ഓക്കെ, കിട്ടിയ അയൺ വെച്ച് നമ്മൾ 44 അയൺ ഉണ്ട്. സോ നമുക്കത് വെച്ചൊരു ചെസ്റ്റ് പ്ലേസ്. മോനെ ഇപ്പം ഞാൻ മൊത്തം കൂടെ ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് നമ്മൾ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. ഒരു ബൂട്ടും പിന്നെ ഒരു ലെഗിൻസും ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് ഒരു ഹെൽമെറ്റ് മേടിക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് വിയർ ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ പഴയ ബൂട്ടൊക്കെ ചത്ത്. ഓക്കെ, നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇച്ചിരി കൂടെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഒരു കോപ്പർ ആർമർ വെക്കാം. നമുക്ക് കോപ്പർ ആർമർ പിന്നീട് യൂസ് ചെയ്യാം. നമ്മുടെ വീടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ആർമർ സ്റ്റാൻഡൊക്കെ എടുത്ത് അതിനകത്ത് വെക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷിയറല്ല, നമുക്ക് കുറച്ച് ടൂൾ ഉണ്ടാക്കാം. നമുക്ക് ടൂളെല്ലാം അയണിലേക്ക് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. കോപ്പറാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ നമുക്കിനി കുറച്ച് സ്റ്റിക്ക് വേണം ഗൈസ്. സ്റ്റിക്കിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ഒത്തിരി ദിവസം മുമ്പ് നമ്മൾ ഒരു സ്റ്റാക്ക് ബ്രിച്ചും ഒരു സ്റ്റാക്ക് ഓക്കൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബ്രിച്ച് നമുക്ക് വേണം ഗൈസ് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടി. അത് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം അതെന്താ സംഭവം എന്നൊക്കെ. ഓക്കെ, നമുക്ക് ബ്രിച്ച് എടുത്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി പ്ലാങ്ക് ആക്കി കുറച്ച് സ്റ്റിക്ക് കൂടെ ആക്കാം ഗൈസ്. ഇനി നമുക്ക് പ്ലാങ്ക് സ്റ്റിക്ക് ഒന്നും പിന്നീട് അപ്പോഴത്തേക്കും ഇങ്ങനെ ആവശ്യം വരത്തില്ല. ഓക്കെ, ഇനിയും എന്ത് പിക്കാക്സ്. ഓക്കെ, ഒരു പിക്കാക്സ്, ഒരു ആക്സ്. ഓക്കെ, ഒരു ആക്സ് മേടിച്ചിട്ടുണ്ട്. ഇച്ചിരി ലാഗാണല്ലോ. ഓക്കെ, ഒരു ആക്സ് മേടിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി അല്ല, നമുക്കൊരു സോഡ് കൂടെ അങ്ങ് മേടിച്ചാൽ ഗൈസ്. ഒരു സ്റ്റിക്ക് കൂടെ എടുത്തു. ആൻഡ് ഡയറക്റ്റ്ലി പോയിട്ട് നമുക്കൊരു സോഡ് കൂടെ എടുക്കാം. ഈ ഒരു സ്പിയർ അത് നമുക്ക് എനിക്കറിയില്ല ഗൈസ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, നമുക്കൊരു സോഡും ഇനിയും ഒരു യൂസ്ലെസ് ഐറ്റം ആണ്, എന്നാലും കുഴപ്പമില്ല, കയ്യിലിരിക്കട്ടെ. ഒരു ഷവരോടെ അങ്ങ് മേടിച്ചേക്കാം. ഓക്കെ, ഷവരും മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ആർമർ സെറ്റായിട്ടുണ്ട്. ആർമർ ആൻഡ് ടൂൾ സെറ്റായിട്ടുണ്ട്. ഞാൻ എടുക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഷിയർ കൂടെ മേടിക്കാം. കാരണം നമുക്കൊരു സ്പിയർ വേണ്ട ഗൈസ്, നമുക്കൊരു ഷിയർ എടുക്കാം. അത് നമുക്ക് ലീവ്സിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട് നമ്മുടെ ഒരു മൈനിങ് ഏരിയ സെറ്റപ്പിനായാലും. സോ നമുക്കൊരു ഷിയർ കൂടെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഷിയർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി എന്താ വേണ്ടേ ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കയ്യിൽ പൊട്ടാറ്റോയും കുറച്ച് ബോൺ ഇരിപ്പുണ്ട്. സോ നമ്മളെ ബോൺ എടുത്തിട്ട് നമുക്ക് ബോൺ മീലാക്കാം. നൈറ്റ് അവർ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ബോൺ മീലിലേക്ക് നമുക്ക് മൊത്തം കൺവേർട്ട് ചെയ്തിട്ട് 24 ബോൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു 24ഓളം നമുക്ക് കിട്ടുമായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും പോയി പൊട്ടാറ്റോ ഒന്ന് ഫാം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്നാൽ പോയി ഒന്ന് ഫാം ചെയ്യാം. ഞാനത് ഫാം ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അതാണ് നല്ലത്, സമയം എടുക്കും.
ഓക്കെ, പറഞ്ഞ പോലെ 27 പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. സോ ഇത് വെച്ച് നമുക്ക് ഒരു ഫാം നിറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് 35 36 സ്ലോട്ട് കണ്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീച്ചിലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 27 നമുക്ക് മാക്സിമം നിറയ്ക്കാവുന്ന 27 വെച്ച് തന്നെ നിറയ്ക്കാം ഗൈസ്. പിന്നീട് നമുക്ക് സ്പൈഡറിനെ അല്ല സ്കെൽട്ടനെ കൊല്ലുമ്പോൾ നമുക്ക് ഇത് കിട്ടുമല്ലോ ഗൈസ്. നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം മാക്സിമം നമുക്ക് പൊട്ടാറ്റോ തന്നെ യൂസ് ചെയ്യാം ഗൈസ്. പൊട്ടാറ്റോ ആണ് നമുക്ക് യൂസ്ഫുൾ. കഴിക്കാനായാലും നമുക്ക് അപ്പുറത്തൊരു ലാവാ പൂൾ ഉണ്ടല്ലോ ഗൈസ്, അതിൽ നിന്ന് പോയിട്ടൊരു ലാവാ ബക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് കഴിക്കാൻ എളുപ്പമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പൊട്ടാറ്റോ, കുക്ക്ഡ് പൊട്ടാറ്റോ, ബേക്ക്ഡ് പൊട്ടാറ്റോ ആയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, ഇനിയും വീറ്റ് സീഡ്. ഓക്കെ, ഇപ്പോൾ ഈ പൊട്ടാറ്റോ വരുന്ന ഗൈസ്, ഇനിയും വീറ്റ് സീഡ് എടുക്കാം. ഓക്കെ, ഫുള്ള് വീറ്റ് സീഡ് വേണ്ടി വരും തോന്നുന്നു. വേണ്ടി വരും. അതെ ഗൈസ്, ഫുൾ വീറ്റ് സീഡ് വേണം. കറക്റ്റ് 40 സ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. 40 എണ്ണം നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ പഴയ ഫാമിൽ നിന്ന് കുറച്ച് ഷുഗർ കെയിൻ ഇവിടെ വളർന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ഷുഗർ കെയിൻ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പെട്ടിക്കകത്ത് ഇപ്പം ഏകദേശം 1 സ്റ്റാക്കോളം ഷുഗർ കെയിൻ ആയി വരുന്നുണ്ട്. ഷുഗർ കെയിൻ നമുക്ക് യൂസ് ആകും. പിന്നീട് എൻജോയ്മെൻറ്റ് സ്റ്റേഷനും അതും ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും നമുക്ക് യൂസ് ആകും ഗൈസ്. നമുക്ക് വില്ലേജറിനെ ഇനിയും പോയി പൊക്കണം, അതാണ് മെയിൻ തലവേദന. അതിന് മുമ്പ് നമുക്ക് നെതറിൽ പോകണം. നെതറിൽ പോയിട്ട് നമ്മുടെ ഹാപ്പി ഗാസിനെ കൊണ്ടുവരണം. അതിൽ നിന്നായിരിക്കും നമ്മൾ വില്ലേജിനെ നമുക്ക് കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് ഇച്ചിരി അപ്പുറത്താണ്. അതേപോലെ സാൻഡ് വില്ലേജാണ്. അതിൽ നിന്ന് എനിക്കറിയില്ല സാൻഡ് വില്ലേജിൽ നിന്ന് കുഴപ്പമില്ലായിരിക്കും. നമുക്ക് സാൻഡ് വില്ലേജിൽ തന്നെ പോയി എടുക്കാം. ഈ ഒരു ബീട്രൂട്ടിന് നമ്മൾ ചെറുതായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ബീട്രൂട്ട് ഇരിക്കട്ടെ, എങ്ങാണ് ഫുഡില്ലാത്തവരാണ് നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ആദ്യം കണ്ടുപിടിച്ച ഒരു കേവിൻ്റെ അവിടെയോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് അയൺ കണ്ടിട്ടുണ്ട്. ഒരു 4 അയൺ പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കതൊന്ന് പോയി കളക്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം താഴെ വീഴേ. ഓക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ അയൺ പിന്നീട് അതിൽ ആവശ്യം വരും ഹോപ്പറൊക്കെ ഉണ്ടാക്കാനേ. അതുകൊണ്ട് നമുക്ക് ഈ അയൺ ഒന്ന് ആക്സൊക്കെ വെച്ച് പൊട്ടിക്കുന്നു. നമുക്ക് ഈ ഒരു അയൺ എന്നപ്പോൾ ഇതും കളക്ട് ചെയ്യാം. അത്യാവശ്യം യൂസ് ആകും ഗൈസ്. അയണല്ലേ ഗൈസ്, നമുക്ക് ഗോൾഡൊക്കെ ആയിരുന്നാൽ പിന്നെ പറയാം യൂസ് ആകത്തില്ല. അയണല്ലേ, അയൺ ഇരിക്കട്ടെ ഗൈസ്, ആവശ്യം വരും. നമ്മുടെ ഫുഡും തീരാറായി. ഫുഡ് നമ്മൾ മേളിൽ ഹാർവെസ്റ്റ് ആയിട്ടേക്കുന്നത് ഒരു അയൺ താഴെ പോയി, അതിനെയും താഴെ പോയി എടുക്കാം ഗൈസ്. മൊത്തം ഇവിടെ എത്ര അയൺ ഉണ്ട്? 4 ഉള്ളെന്ന് തോന്നുന്നു ഗൈസ്. അതെ, പിന്നെ ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കിട്ടിയ ലക്ക് കണ്ടോ? നിങ്ങളത് കണ്ടിട്ടില്ലേ? പോയി കാണുക ഗൈസ്. അയൺ പൊട്ടിച്ച് ഗോൾഡും പൊട്ടിച്ച് കോളും എടുത്തു കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുന്നത് വേണ്ട ഡയമണ്ട്. മോനെ, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? പോയി കാണുക ഗൈസ്. ഭയങ്കര ലക്കായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലേക്ക് തന്നെ പോകാം. നമുക്ക് വേണ്ട അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മേളിൽ നമ്മുടെ ഒരു മൈനിങ് ഏരിയയുടെ സ്ഥലത്തോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് താഴോട്ടൊന്ന് മൈൻ ചെയ്യണം ഗൈസ്. ഞാനാണെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കാണ്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ടില്ല. ഇനി ഗ്രാനൈറ്റ് കുറച്ച് മൈൻ ചെയ്യാൻ പോകണം. എന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ സ്പൈഡർ സ്പോൺ കണ്ടുപിടിച്ചില്ലായിരുന്നു ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ. സോ അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. അതെ, ഏതോ ഒരു എപ്പിസോഡിൽ കണ്ടുപിടിച്ചു ഗൈസ്. അതിന് നമുക്ക് ഒരു സ്റ്റെയർ കേസ് നമുക്ക് അവിടെ നിന്ന് പണിയാം ഗൈസ് താഴോട്ട് നമുക്ക്. കാരണം പിന്നീട് ഇത് അടുത്ത എപ്പിസോഡിൽ ഞാനൊരു സ്പൈഡർ ഫാം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് ഞാൻ പണിയാൻ പോവാണ്. നേരെ ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട്. ഇപ്പം ചത്തേനെ 3 ഹാർട്ട്. ഓക്കെ, നമുക്ക് നേരെ ഒരു സ്റ്റെയർ കേസ് അങ്ങോട്ട് പണിയാം. പുറകിൽ നല്ല സ്പൈഡറും വന്ന് തട്ടായിരുന്നാൽ മതി ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റെയർ കേസ് ഒരു സോംബി താഴെ നിന്ന് കറങ്ങുന്നുണ്ട്. നമുക്ക് സ്റ്റെയർ കേസ് നേരോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു മൈനിങ് ഏരിയ അല്ല സ്പൈഡർ ഫാം സെറ്റ് ചെയ്യാം. സ്പൈഡർ ഫാം നമുക്ക് യൂസ് ചെയ്യും. XP കിട്ടാൻ നല്ലതാണ്. പിന്നെ സ്ട്രിങ് കിട്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രിങ് വെച്ച് വൂൾ ഉണ്ടാക്കി അറിയാമല്ലോ, നമുക്ക് ബെഡ് മൈനിങ്ങിനൊക്കെ പോകാം നെതറിൽ. അങ്ങനെ നെതറായിട്ട് സെറ്റാകും. പിന്നെ ഗൈസ്, ഈ ഒരു മൈനിങ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മോബ് ഫാം പണിയണം. മോബ് ഫാമിൽ നിന്ന് കിട്ടുന്ന ഒരു ബോൺ വെച്ച് നമുക്ക് ഒരു ട്രീ ഫാം ചെയ്യണം. ട്രീ ഫാമിൽ നിന്ന് നമുക്ക് ഓക്ക് ഒത്തിരി ഉണ്ടാക്കിയിട്ട് അത് വെച്ചൊരു ബിൽഡാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓക്ക് ആൻഡ് ഡീപ് സ്ലൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ ഈ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തത്. അതേപോലെ താഴെ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഒരു സ്റ്റെയർ കേസാണ്. നമ്മളിപ്പോൾ ഇട്ട സ്റ്റെയർ കേസ് തന്നെ, മാറ്റാനൊന്നുമില്ല. നമുക്ക് എന്തായാലും ചാടിച്ചത്തേക്കാം കേസ്, നമ്മുടെ ബ്ലോക്ക് കയറുന്നു. ഓക്കെ, ഗ്രാനൈറ്റിൻ്റെ സ്റ്റെയർ കേസ് തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. അതും പിന്നെ മേളിൽ കോപ്പർ ബൾബാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതെല്ലാം വരുന്ന എപ്പിസോഡിൽ സെറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പിന്നെ ഇച്ചിരി താഴോട്ട് മൈൻ ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ മൈനിങ് ഏരിയയിൽ നമ്മളിപ്പം ലെവൽ 17 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ പോയാൽ ഡീപ് സ്ലൈഡിൻ്റെ അവിടം വരെ എത്തും ഗൈസ്. ഓക്കെ, മൈൻ ചെയ്ത് പിന്നെ ആയിരുന്നു ഗൈസ്. എനിക്കിത്ര ലക്ക് തരാത്ത ഗൈസ്, എൻ്റെ ദൈവം, ഇത്ര ലക്ക് എനിക്കറിയാമല്ല ഗൈസ്. അയണൊന്നും കിട്ടിയ വലിയ ലക്കൊന്നുമില്ല, എന്നാലും ലക്കാണ് ഗൈസ് അത്.
ഓക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു 8 അയണോളം ഉണ്ട്. അതെ 8 അയണോളം ഉണ്ട്. ഇത് യൂസ്ഫുൾ ആകും ഗൈസ്, നമുക്ക് പിന്നീട് ഹോപ്പറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ആവും. ഓക്കെ ലൈറ്റ് ഇല്ല ഗൈസ്, നമുക്ക് ഇപ്പം മൈൻഡ് ചെയ്യണ്ട, നമുക്കെന്നാൽ മേളിപ്പം ഇന്നത്തെ നമുക്ക് വീഡിയോയുടെ ഔട്ട്ഡോർ അങ്ങ് പറയാം ഗൈസ്. ഓക്കെ മേളിൽ പോയിട്ട് മേളിലോട്ട് കയറാൻ ചാടി കയറണം. ആ സ്റ്റെയർ കേസ് ഇട്ടിന് സുഖമായിട്ട് കയറായിരുന്നു ഗൈസ്. പിന്നെ ഞാനൊരു ചെറിയ അപ്ഡേറ്റ് തരാം. നമ്മൾ ഈ ഒരു മൈനിങ് ഏരിയയിൽ നിന്ന് മേളിലോട്ട് പോകുന്ന ഒരു സ്ഥലത്ത് 5 ബ്ലോക്ക് ഞാൻ ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ മേളിലത്തെ എല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ കയറാനും പറ്റും ഗൈസ്. അതാണ് നമ്മൾ ചെയ്തൊരു അപ്ഡേറ്റ്. ഇനി നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഇതൊക്കെ ഇടണം ഗൈസ് താഴെ പോയിട്ട്, അതൊക്കെ ഇനിയും പണിയാണ്. ഓക്കെ ഇനിയും ഇവിടെ ഒരു പുറത്തൊരു ബിൽഡുണ്ട്, അത് എനിക്കിതുവരെ സെറ്റായിട്ടില്ല. പക്ഷേ അകത്തെ ബിൽഡല്ല, നമ്മൾ കിഡിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റിസോഴ്സൊക്കെ കിട്ടിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ ഇനി നമ്മൾ റീസ്പോണൊക്കെ പണ്ടേ സെറ്റാണ്. നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഹാർവെസ്റ്റ് ആകാൻ ഇല്ല ഗൈസ്, ഒരെണ്ണം വലുതായിട്ടുണ്ട്. സമയമെടുക്കും ഗൈസ്, ഇതിരുന്ന് വളരട്ടെ. പോയി വൈൻഡപ്പ് ചെയ്യുന്നല്ലോ ഗൈസ്. അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞു വീഡിയോ, നമ്മുടെ ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആൻഡ് നമ്മുടെ ഫാം സെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.